എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് വളരെ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നോർമലി വീടിൻ്റെ അവിടെ നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാറ്, പക്ഷേ നമ്മളിന്ന് NH-ലാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വ്ളോഗിങ് ചാനൽ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡെയിലി വ്ളോഗ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരാട്ടാ. നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ സിൽവർ സ്പോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിലേക്കാണ് കേട്ടോ. നമ്മുടെ ഹൈവേയിൽ അത് പുതുക്കാട് സിഗ്നലാണ് കേട്ടോ. അത് പുതുക്കാട് സിഗ്നൽ അങ്ങോട്ട് കൊടകര, അതുപോലെ തന്നെ കൊച്ചി, ആ ഹൈവേ ആണ് കേട്ടോ. നിങ്ങൾ ഈ കട കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇവിടെ വന്നത് ചെറിയൊരു സാധനം വാങ്ങാനാണ്. ഓൾമോസ്റ്റ് തൃശ്ശൂർ. ഹായ് ബ്രോ, തിരക്കിലാണോ? നടക്കട്ടെ. ഓൾമോസ്റ്റ് തൃശ്ശൂർ എല്ലായിടത്തും നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരുന്നു കേട്ടോ. ഞാൻ അവസാനം ജെറിച്ചേട്ടൻ, ദിസ് ഈസ് മിസ്റ്റർ ജെറി, ആളാണ് ഓണർ കട. അല്ലേ, പാർട്ട്നേഴ്സ് ഉണ്ടോ? ഇല്ല, ഒറ്റയ്ക്കാണ്. ജെറി ചേട്ടൻ ആളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടാ. ഞാൻ കുറേ സ്ഥലത്ത് അന്വേഷിച്ചു, ഒരു സ്ഥലത്തും കിട്ടാനില്ല. ഈ സ്റ്റോക്ക് കുറവാണോ കൊറോണ സമയത്തെ പോലെ? അങ്ങനെ ഉണ്ടോ? ഈ സാധനം ഉണ്ടല്ലേ. ഇതവിടെ റാൽസിന്റെ ടയർ, ഫോൾഡബിൾ ടയറൊക്കെ, ഇങ്ങനത്തെ ടയറൊക്കെ ഉണ്ട് ഇതിന്. റാൽസിന്റെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ മടക്കണ ടയർ ഉണ്ടല്ലേ. ട്യൂബ്ലെസ് ആണോ ഈ സാധനം? ട്യൂബ്ലെസ് അല്ലല്ലോ. ഞാൻ ഈ മാക്സിസിന്റെ ഒരെണ്ണം വാങ്ങിയത് ഇതുപോലെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ടയർ, ഇതുപോലത്തെ ഇതാണ്. ഇത് ഞാൻ കണ്ടിട്ടില്ലേ, റാൽസിന്റെ ഇങ്ങനെ ഫോൾഡബിൾ ബൈസൈക്കിൾ ടയർ കേട്ടോ. അപ്പോൾ നമ്മുടെ സാധനം ഇത് മറ്റേ ഇതല്ലേ, റിം ടൈപ്പ് അല്ലേ? ഇത് ട്യൂബ്ലെസ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഷാൽബിയുടെ റിം ടൈപ്പ് ആണല്ലേ. എവിടെ നമ്മളൊരു സാധനം, എനിക്ക് ഈ സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് 9 സ്പീഡിൻ്റെ ചെയിൻ ഷിമാനോടെ തന്നെ എടുത്തോ. KMCയുടെ ഞാൻ നോക്കിയപ്പോൾ 2100 രൂപ. KMC 2000 രൂപയ്ക്ക് മേലെ വരുന്നുണ്ട്. ഒരു 800 രൂപയും കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾഡൻ ചെയിൻ കിട്ടും. ഗോൾഡൻ ചെയിൻ എന്ന് പറഞ്ഞിട്ട് കമ്പനിയിലൊക്കെ ഇട്ടിട്ട് പൊളിപ്പിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു അത്രയ്ക്ക് ബഡ്ജറ്റ് പൊട്ടിക്കണ്ട. ഇതാണ് ഷിമാനോടെ ചെയ്യേണ്ടത്. ഈ സാധനം കിട്ടാനില്ല തൃശ്ശൂർ. ഒറ്റ ഡെക്കാത്തനോളില്ല. ഡെക്കാത്തനോൾ 10 സ്പീഡിൻ്റെ ഉള്ളൂ, പിന്നെ 8 സ്പീഡിൻ്റെ. 9 സ്പീഡിൻ്റെ കിട്ടാനില്ല. ബാക്കി ഒറ്റ കടയിലും ഇല്ല. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഡീലറാണല്ലേ. അപ്പോൾ പിന്നെ കുറച്ചധികം സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് എത്ര രൂപ വരണേ? 1800 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഈ സാധനം പർച്ചേസ് ചെയ്യട്ടെ. ബാക്കി വിശേഷം ഞാൻ വീട്ടിലെത്തിയിട്ട് പറയാട്ടോ. ഒരു അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം ഫുള്ള്. നേരെ നമുക്ക് വീട്ടിൽ പോകട്ടെ. ഇനി അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് എൻ്റെ മക്കളെ ഒന്നും പറയണ്ട. ഇപ്പുറത്തെ പറമ്പില്ല, നമ്മളെ ഇപ്പുറത്തെ പറമ്പ് ഫുള്ള് JCB വെച്ച് വൃത്തിയാക്കിയിട്ടാണ്. ഇവിടെ കുറേ കരിങ്കല്ലും ഇതൊക്കെ ഉണ്ടായിരുന്നു, അത് ഫുള്ള് ഇത് ചെയ്തു. നമുക്കൊരു MTV ട്രാക്ക് തന്നെ പണിയായി ഇവിടെ. ഒരു സമാധാനമായിട്ട്. അല്ലെങ്കിൽ ഫുള്ള് പാമ്പും ചെയ്യുമ്പോൾ ഒക്കെ ആയിരുന്നു. ഇവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആ കരിങ്കല്ലും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇന്നലത്തെ എൻ്റെ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടവർക്ക് അറിയാം, ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്കിൾ വേണമായിരുന്നു. എൻ്റെ ബൈക്ക് വേണമായിരുന്നു വീഡിയോ ചെയ്യാൻ വേണ്ടി, സ്കിഡ് ചെയ്ത് നിർത്താൻ. ഇന്നലെ റീൽസ് കണ്ടവർക്ക് അറിയാം. അങ്ങനെ സ്കിഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നാണെങ്കിൽ കാലത്ത് ഫുള്ള് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് 5:30 ഒരു സ്ഥലം വരെ പോകണം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഡെയിലി വ്ളോഗ് കാണുന്നവർക്ക് അറിയാം 5:30 തൊട്ട് എന്താണ് ഞാൻ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഞാൻ 4 മണി കഴിഞ്ഞിട്ടാണ് വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അതിൻ്റെ ഇടയിൽ സൈക്കിളിൻ്റെ വീണ്ടും ഈ സാധനം പൊട്ടിപ്പോയിട്ട് എണീറ്റ് നിന്ന് സ്പീഡിൽ ചവിട്ടി സ്കിഡ് ചെയ്യണ ഷോട്ട് എടുക്കണ സമയത്ത് നിങ്ങൾക്ക് ഊഹിക്കാലോ, എണീറ്റ് നിന്ന് ചവിട്ടണ സമയത്ത് ചെയ്യാൻ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ഭാഗത്തൊക്കെ ഇടിക്കുന്നു. വീണ്ടും എൻ്റെ പൊന്നെ എല്ലാം കൂടി നിർത്തി എറിഞ്ഞ് പോയാലത് വരെ വിചാരിച്ചു കേട്ടോ. അത്രയ്ക്ക് പ്രാന്ത ഈ സാധനം പൊട്ടിയോട് കൂടിയിട്ട്. ഇത് നമ്മുടെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്ന ചെയ്യണാണ് കേട്ടോ. ഇത് നമ്മൾ ഇതിലൊക്കെ മുക്കിയിട്ട് ഒരു പരിവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും പൊട്ടാണ്. KMCയുടെ ചെയിൻ തന്നെയാണ് കേട്ടോ. KMCയുടെ ചെയിൻ തന്നെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വല്ല ട്രിപ്പും കാര്യങ്ങളൊക്കെ പോണ സമയത്ത് പൊട്ടിയെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ. KMCയുടെ എൻ്റെ അമ്മയെ KMCയുടെ ചെയിന് 2100 രൂപ ചെയ്യാനാ. ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോണ്ട്. അപ്പം ഞാൻ എന്തായാലും കരുതി ആ സാധനം മാറ്റാന്ന് കേട്ടോ. അപ്പോൾ ഞാനത് മാറ്റി ഇവിടെ ബൈക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുമ്മേ ചെയ്യനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഫുള്ള് സാധനങ്ങളൊക്കെ മാറി, ചെയ്യനും പോയി, ഒക്കെ പോയി. ഇനി ഇത് കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യണം വീണ്ടും, പിന്നെ ചെക്കപ്പും ചെയ്യണം കേട്ടോ. അങ്ങനെ ഒരു മുട്ടൻ പണി ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ റീൽസ് കാണാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്താൽ മതി റീൽസ് കേട്ടോ. അപ്പോൾ നമുക്കിത് പയ്യെ കൊണ്ടുപോകാൻ. ഇനി ചെയ്യനില്ലാത്ത കാരണം ചവിട്ടി കൊണ്ടുപോകാനും പറ്റില്ല കേട്ടോ. ഞാൻ വല്ല ഓട്ടോറിക്ഷയും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി നമ്മുടെ വീടിൻ്റെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിട്ടുമായിരിക്കില്ല ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോകാൻ, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഈ സാധനം
നമ്മൾ ഓഫ് റോഡ് ചെയ്യാൻ പോയ സമയത്താണ് അങ്ങനെ പൊട്ടിയെങ്കിൽ എൻ്റെ ട്രിപ്പ് തന്നെ കൊളായി പോയാണ്. ഭാഗ്യം ഇപ്പം തന്നെ ഉണ്ടായത്. ഞാൻ ഓട്ടോറിക്ഷ നോക്കട്ടെ എന്തായാലും. ഞാൻ സൈക്കിള് ഇവിടെ കയറ്റാം. ഓക്കെ, ഹാൻഡില് ഇനി കയറണ്ടേ? ഞാൻ ഇവിടെ പിടിക്കാം, അങ്ങനെ കൈ വയ്ക്കാം. എങ്ങനെ? അവിടെ നിന്നു ഞാൻ കൈ വയ്ക്കാം. ഞങ്ങൾക്ക് ഇടവഴി കൂടെ പോകണ്ട, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ 100 രൂപയ്ക്ക് ആള് കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഷോപ്പിലേക്ക്. അപ്പോൾ സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറ്റിയിട്ടുണ്ട്. നമ്മളിവിടെ ഒരു കൈയും വെച്ചിട്ടുണ്ട്. ആൾക്കാർ ഇൻ കേസ് അറിയില്ലെങ്കിൽ കൈ കണ്ടിട്ടെങ്കിലും റിസ്ക് അല്ലേ നടന്നു പോകണവർക്ക്. ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാണ്. ആ ജില്ലേഴ്സിനെ എഴുതി കൊടുത്ത് നിർത്തിക്കോ. ജില്ലേഴ്സിനെ എഴുതി കൊടുത്തു, എവറസ്റ്റ് ജില്ലേഴ്സ്. അല്ലെങ്കിൽ അവിടെ ഇത് നിർത്താൻ പാടായിരിക്കും. അവിടെ സൈഡായിരിക്കോ, ഒതുക്കി നിർത്തിക്കോ. കട അതിൻ്റെ അപ്പുറത്താണ്, റോഡിൻ്റെ നടിയിൽ നിർത്തേണ്ടി വരും. അവിടെ നിൽക്കാൻ സ്ഥലമില്ല. ഓക്കെ, $4 കിലോമീറ്ററാണ് കുറവല്ലോ. 4 കിലോമീറ്റർ ഉണ്ട്. എത്ര? 100 തന്നെ, കുറവൊന്നുമില്ല. കൂടുതലാ? ശരി എന്നാ, ചേട്ടൻ്റെ പേര്? ശരി, കാണാം. അപ്പോൾ നമ്മൾ എത്തി കൈസ്. അവസാനം കടയുടെ അവിടേക്ക് തിരിയാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് അവിടെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് തള്ളി കൊണ്ടുപോകാമല്ലോ. അതാണ്. ആള് വിളിച്ചിട്ടുണ്ട്. ആ കട അടച്ചിട്ടോക്കാന്ന്. സ്ഥിരം ഇവിടെ ആയതുകൊണ്ട് പിന്നെ അറിയാം. യെസ്, സർവീസിനും കോൾ ഫോർ സർവീസ് ആൻഡ് വിപിൻ വിൽസൺ. യെസ്, എത്തി ഗൈസ്. അടച്ചിട്ടിരിക്കുകയാണ്, എനിക്കറിയാം. ഒരു ചെയിൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വന്ന് കട തുറക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ നല്ല ഫോട്ടോസും കിട്ടും ഇവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ബൈക്ക് ഏതെങ്കിലും നല്ല സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് അടിപൊളി ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ. അങ്ങനെ തോന്നിക്കണം, അല്ലെങ്കിൽ അവനൊരു സൈക്ലിസ്റ്റ് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഇടാം. ഞാൻ മോനെ ലുക്ക് നോക്ക്, സെയിം സാധനം കേട്ടോ. ആ ബ്ലാക്കിലിരിക്കണ കാരണേ കണ്ടോ, അടിപൊളി സാധനം, പൊളിച്ച്. ഇനിയിപ്പോൾ ആളെന്തായാലും വരട്ടെ. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആളുടെ വീട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 500 മീറ്റർ ഉള്ളൂ. അപ്പോൾ ആൾ ഭക്ഷണം കഴിക്കുക, അപ്പോൾ വരും ആൾ. അങ്ങനെ നമ്മുടെ രക്ഷകനായിട്ട് ബിപിൻ ചാൻ്റെ എത്തിയിട്ടുണ്ട്. ബിപിൻ ചേട്ടാ ഒരു ഹായ് പറഞ്ഞോ. ഹായ് ഹായ് ഹായ്. വാ, ഫുള്ള് പോകുമോ മേലേക്ക്? ഇല്ല. അങ്ങനെ എത്തി കഴിച്ച്. ഇനി നമ്മുടെ സാധനം പണി തുടങ്ങണം കേട്ടോ. അതിൻ്റെ ചെയ്യാൻ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം വെച്ചിട്ടാ. ഇന്ന് എവിടെയായിരുന്നു റേസ്? ചാലക്കുടി. നമ്മുടെ ചാലക്കുടിയിൽ ഏത് SH SH അവിടെ നമ്മുടെ റേസ് നടക്കുന്നുണ്ടായിരുന്നു. എന്ത് റേസ് ആയിരുന്നു? കോളേജ്, യൂണിവേഴ്സിറ്റിയാ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റേസും കാര്യങ്ങളും നടക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പോയൊക്കെയായിരുന്നു. ആരായിരുന്നു? ജോയലാ ഫസ്റ്റ് കിട്ടിയ? ഇൻഡിവിജ്വൽ പെർസ്യൂട്ടിന് നമ്മുടെ കുട്ടി ജോയലെന്ന് ഞാൻ വിളിക്കും. അവനായിരുന്നു നമ്മുടെ. ഇപ്പം അവൻ ഏത് ബൈക്ക് ഉപയോഗിക്കണേ? അല്ല, മറ്റേ പോളിക്കൻ്റെ സ്ട്രാറ്റോസ് പോയി. അപ്പോൾ കഴിഞ്ഞ അത് റോഡ്, ഇത് ട്രാക്കാണ് കേട്ടോ. അല്ല, അവൻ ഉപയോഗിക്കണത് ആ വണ്ടിയല്ലേ? ഡോളനെ ഉപയോഗിക്കണേ? അവൻ മറ്റേത് കൊടുത്ത സ്ട്രാറ്റോസ് കൊടുത്താ? അല്ല ഞാൻ ചോദിച്ചത്. അവൻ സ്ട്രാറ്റോസ് ഉപയോഗിക്കുന്ന ജോയൽ കേട്ടാ. ഇവിടെ അവനായിരുന്നു ഇൻഡിവിജ്വൽ പെർസ്യൂട്ടിൽ ഫസ്റ്റ്. ഇത് ട്രാക്കായിരുന്നു, മറ്റേത് റോഡാണ്. ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പയ്യെ കയറ്റിയിട്ട് പരിപാടി തുടങ്ങട്ടെ കേട്ടോ. ഗൈസ്, ഇവിടെ സർവീസിന് വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. ആളവിടെ ഒതുക്കണുള്ളൂ. അപ്പോൾ ഞാൻ മാറ്റി വെച്ച് ഇവിടെ നോക്കിയപ്പോൾ ഒരു വണ്ടി നോക്കുമ്പോൾ ട്രക്കിൻ്റെ നാവിഗേറ്റർ 200 കേട്ടോ. എൻ്റെ പൊന്നെ, മെയ്ഡ് ഇൻ ചൈന. ഏത് കാലഘട്ടത്തിലത്തെ ആണോ എന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ. ഷിഫ്റ്റേഴ്സൊക്കെ അതിൻ്റെ തന്നെയല്ലേ ചേട്ടാ? ഒറിജിനൽ തന്നെയല്ലേ? സ്റ്റോക്ക് കണ്ടീഷനൊക്കെ നോക്കിയേ. ഷിഫ്റ്റേഴ്സൊക്കെ സീൻ സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. 3 ഗിയറാണ് ഫ്രണ്ടിലുള്ളത്. അടിപൊളി സാധനം കേട്ടോ. അതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം നമ്മുടെ റിവേർ സൈഡ് വണ്ടിയൊക്കെ ഇല്ലേ? റിവേർ സൈഡ് വണ്ടി അതിൻ്റെ പോലെ ഏതിനാ 500-നല്ലേ സസ്പെൻഷൻ ഉള്ളത്? റിവേർ സൈഡ് 500-നൊക്കെ ഒരു സസ്പെൻഷൻ ഇവിടെ വരും. പക്ഷെ അത് എത്രത്തോളം ഗുണകരമാണ് ഇപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ അന്നത്തെ കാലത്ത് ഈ സസ്പെൻഷൻ ഉണ്ട് കേട്ടോ. അത് കണ്ടിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് എത്രത്തോളം മറ്റേ ഇതൊക്കെ ആശയങ്ങൾ ഇങ്ങനെ വന്നത്. അടിപൊളി സാധനം നൈസ്. ഇവിടെ വന്നപ്പോൾ കണ്ടതാ, നൈസായിട്ടുണ്ട്. ചൈനയിൽ ഉണ്ടാക്കിയ സൈക്കിളാണ് ട്രക്കിൻ്റെ നാവിഗേറ്റർ 200.
നോക്കട്ടെ വർക്കാവോ. ആ ഇതിപ്പോഴും വർക്കൗട്ടോ മോനെ, കണ്ടോ സാധനം വർക്കൗണ്ട്. ഇങ്ങനത്തെ ചെറിയൊരു സസ്പെൻഷൻ മതി, സീൻ നൈസായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബൈക്ക് കയറ്റിയിട്ടുണ്ട്. ചേട്ടൻ എന്തായാലും ചോദിച്ചു ഈ സാധനം പോയിട്ടുണ്ടോന്നല്ലേ, എത്ര കിലോമീറ്റർ നമ്മുടെ ഉദ്ദേശം? ഈ സാധനം കാസറ്റ് ഞാൻ വാങ്ങിയ പിന്നെ മാറ്റിയിട്ടില്ല കേട്ടോ, അതിൻ്റെയാണ് പൊട്ടണത്. അങ്ങനെ വരുമോ അത് കാസറ്റ് ചെയ്യണ്ട്? അറിയില്ല. കാസറ്റിന് എത്ര രൂപ വരും? ഞാൻ അവിടെ സിൽവർ ഫോക്സിൽ ചോദിച്ചപ്പോൾ 2,000 ഒന്നുമില്ല തോന്നുന്നു അല്ലേ കാസറ്റിന്? നല്ലതിന് അത്ര വരും അറിയില്ല. ഓരോന്ന് തേയ്മാനം വന്ന് തുടങ്ങിയിട്ടാ, കുറച്ച് കാലമായിട്ടുണ്ട് വാങ്ങിയിട്ട്. നമ്മൾ ഇതും കൊണ്ട് ഓഫ് റോഡും കാര്യങ്ങളും മാത്രം ചെയ്യണ കാരണം റോട്ടിൽ അധികം ഓടിച്ചിട്ടില്ല വണ്ടി, അതുകൊണ്ട് എത്ര കിലോമീറ്റർ ആണെന്ന് വലിയ ഇതുമില്ല. അല്ലെങ്കിൽ പിന്നെ സ്ട്രാവയിൽ നോക്കേണ്ടി വരും. സ്ട്രാവയുടെ ലിങ്ക് താഴെയുണ്ട്, അതിൽ നോക്കിക്കൊണ്ട് വരും എത്ര കിലോമീറ്റർ ആണ് ഒരു സൈക്കിൾ ചവിട്ടിയെന്നുള്ളത്. അതെൻ്റെ സൈക്കിളിൻ്റെ ഫോട്ടോ വെച്ചിട്ട് നോക്കേണ്ടി വരും. അറിയില്ല, എന്തായാലും ആ ചെയ്യാൻ. എൻ്റെ അമ്മേ, ഇത് ക്ലച്ച് ഇട്ടിട്ടാന്ന് തോന്നുന്നു എത്ര ടൈറ്റ്. ക്ലച്ച് ഇട്ട കാരണം എത്ര ടൈറ്റ്. ക്ലച്ച് ഓൺ, ഇപ്പോൾ ടൈറ്റ്. ഇപ്പോൾ ക്ലച്ച് ഓഫ് ചെയ്തു, ഇപ്പോൾ ലൂസായി. കണ്ടോ, ഞാൻ വിചാരിച്ച് കംപ്ലൈൻ്റ് ആയതാണ് അല്ല. അപ്പോൾ എന്തായാലും അത് ചെയ്യാനിടട്ടെ. ഇപ്പോൾ എന്തിട്ടാ ഒരു നനവ് ഓയില് ഷിമാനോ ചെയ്യണതാണോ അത്? കമ്പനിയുടെ ലൂബിങ് അല്ലേ അത്? ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ മാറ്റണം. കണ്ടോ, കമ്പനിയുടെ ലൂബിങ് ആട്ടോ, ഷിമാനോയുടെ ബോക്സിൽ നിന്ന് പൊട്ടിച്ച സാധനമാണ്. അതുമ്പോൾ തന്നെ ചെറിയ ലൂബുണ്ട്. നമ്മുടെ മറ്റേ ചാത്തൻ സാധനങ്ങൾക്കൊന്നും ഉണ്ടാവില്ലല്ലോ? എല്ലാത്തിനും ഉണ്ടാവും ചെറിയൊരു ലൂബില്ല അതുമേ, അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്രൈ ആവും, അതുകൊണ്ടായിരിക്കും അല്ലേ? കണ്ടോ നോക്കി, അടിപൊളിയുണ്ട്. ലൂബ് ഉണ്ടോ ഓൾറെഡി അതുമേ, കൈ നനഞ്ഞത് കണ്ട. സോ വണ്ടിയിൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇട്ടു കേട്ടോ. എൻ്റെ അമ്മ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ചെയ്യാൻ. പുതിയ ചെയ്യാൻ ഇട്ടപ്പോഴേ പെട്ടെന്ന് ചെറിയൊരു ഇതുള്ളൂ, ലിങ്ക് കൊടുക്കുക കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇനി ചവിട്ടി നോക്കണം ഏത് ഗിയറിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചവിട്ടുന്നത്, അതിലെല്ലാം ഇട്ട് ചവിട്ടാനാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാസറ്റിന് ഇതിനൊക്കെ തേയ്മാനം ഉണ്ടോയെന്ന് അറിയാൻ പറ്റും നമുക്ക്. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റൈഡ് ചെയ്ത് നോക്കിയിട്ട് വരാം കേട്ടോ. ഞാൻ ചെസ്റ്റ് മൗണ്ടും ഇതൊന്നും എടുത്തിട്ടില്ല. ഓ ഹെൽമെറ്റ് എടുത്തില്ല അല്ലേ, നോക്കട്ടെ. നമുക്കിപ്പോൾ ചവിട്ടി നോക്കിയിട്ട് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫ്രണ്ടിലത്തെ ആ വലിയ പല്ലില്ലേ, ആ വലിയ പല്ലിൻ്റെ അവിടെ ചെറിയൊരു സ്ലിപ്പിങ് അല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ആ വലിയ പല്ലിൻ്റെ അവിടെയുള്ള ആ സ്ലിപ്പിങ് അല്ലാതെ അതിപ്പോൾ എന്താണെന്നറിയില്ല, അതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി നോക്കണം. മറ്റേ ചെറിയ ഗിയറിലൊന്നും ഇട്ടിട്ട് നോക്കുമ്പോൾ വലിയ പ്രശ്നമില്ല. നമ്മളിപ്പോൾ ഇടവഴി ആയതുകൊണ്ട് ഹെൽമെറ്റൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഹെൽമെറ്റിലാണ്ടൊന്നും ഓടിക്കരിക്കോ, പണി വന്നു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അങ്ങനെ എന്തായാലും ബൈക്കും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് വലിയ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ബൈക്ക് ഇവിടെ ചെറിയ മിസ്സിങ് ഉണ്ടായിരുന്നത് കാട്ടി. ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ ഈ സാധനം അടക്കം മാറ്റി വയ്ക്കേണ്ടി വരുന്നു തോന്നുന്നുണ്ട്. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കേണ്ട ഓരോ സാധനങ്ങളും ഓരോ ദിവസം ഓരോ കംപ്ലൈൻറ്റ്. എനിക്കറിയില്ല. ആദ്യത്തെ ദിവസം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, പിറ്റേ ദിവസം ചെറിയ ഇതുകൾ. പിന്നെ വിപിൻ പറയുന്നത് ഇതിൻ്റെ ഗ്രിപ്പ് ഒരു തീരുമാനമായി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴും ശരിയാണ്, ഞാൻ ഈ ഗ്ലൗസൊക്കെ ഇടയ്ക്ക് ഉപയോഗിക്കണ ഇതിൻ്റെ ഫീല് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതും മാറ്റണം. എന്തായാലും ഓരോന്നോരോ നമുക്ക് മാറ്റാൻ. ഓരോ ദിവസം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.